കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന പാകിസ്ഥാന് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായമാണ് അല്പമെങ്കിലും നേരത്തെ ആശ്വാസമായിരുന്നത്. എന്നാൽ ഈ സാമ്പത്തിക സഹായം ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ നേരത്തെ ഈ ADBയെ സമീപിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ ഈ ആവശ്യത്തെയാണ് ADBയിൽ ശക്തമായി എതിർപ്പ് അതിലെ ശക്തമായ എതിർപ്പ് ഇപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അതിന് പ്രധാനമായും ഇന്ത്യ പറഞ്ഞിരിക്കുന്ന കാരണം ഈ പാകിസ്ഥാൻ ഈ ലഭിക്കുന്ന സാമ്പത്തിക സഹായം ADBയിൽ നിന്ന് ഈ വികസന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്കും പരിഗണിക്കുന്നതിന് ലഭിക്കുന്ന ഈ സാമ്പത്തിക സഹായം അത് മറ്റ് കാര്യങ്ങൾക്കായി വഴിമാറ്റി ചെലവഴിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ്റെ ഈ പ്രതിരോധ ബഡ്ജറ്റിലുണ്ടായിരിക്കുന്ന ഉയർച്ചയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം സാധാരണ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് ലഭിച്ചിരിക്കുന്ന ഈ സാമ്പത്തിക സഹായം ADBയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഈ സാമ്പത്തിക സഹായം അതും കർശന വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ സാമ്പത്തിക സഹായമാണ് ഇപ്പോൾ ഈ പ്രതിരോധ ആവശ്യങ്ങൾക്കായി പാകിസ്ഥാൻ വകമാറ്റി ചെലവഴിക്കുന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്നത്. അതാണ് അവരുടെ ഈ പ്രതിരോധ ബഡ്ജറ്റിലുണ്ടായ ഈ ഉയർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ലോകബാങ്കിന് മുമ്പാകെയും പാകിസ്ഥാൻ അവർക്ക് സാമ്പത്തിക സഹായം തേടിക്കൊണ്ട് ഈ ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജൂലൈയിൽ ലോകബാങ്ക് ഈ ആവശ്യം ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ആവശ്യത്തെയും ലോകബാങ്കിൽ ശക്തമായി എതിർക്കുവാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ, അതായത് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിംഗ് നൽകുന്ന രാജ്യമെന്ന നിലയിൽ അവരെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഇന്ത്യ ഇപ്പോൾ ഇതിനോടകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഗ്രേ ലിസ്റ്റിലാക്കുന്നതിനുള്ള നടപടികൾ, പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് പട്ടികയിൽ വീണ്ടും ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സജീവമാക്കുവാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഈ അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികളോട് സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പാകിസ്ഥാൻ സമീപിക്കുകയും മറ്റും ചെയ്യുന്നത്. ഏതായാലും ലഭിക്കുന്ന പണമൊക്കെ ഈ പാകിസ്ഥാൻ വകമാറ്റി ചെലവഴിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യാന്തര ഏജൻസികൾക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്.